സോനു, എന്താച്ചാ? വരൂ മോനെ, ഇപ്പം നന്നായി വെയിലുദിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒട്ടും വയ്യ. ഞാൻ അച്ഛനോട് പറഞ്ഞല്ലേ, അച്ഛൻ വേണേ പൊക്കോ, ഞാനിതൊറ്റയ്ക്ക് ചെയ്തോളാം. നീ പറഞ്ഞു എന്നുള്ളത് ശരിയാ, പക്ഷെ നീ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാനാ? ഇത്ര വലിയ കൃഷിയിടമല്ലേ, ഇത് തയ്യാറാക്കി എടുക്കാൻ ഒരുപാട് സമയം വേണ്ടേ? അതൊക്കെ ഞാൻ ശരിയാക്കാം അച്ഛാ. അച്ഛൻ വീട്ടിലേക്ക് പൊക്കോ. നീ വന്നാലേ ഞാൻ പോവൂ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം വരാം. അപ്പോഴേക്ക് ഇരുട്ടാവില്ലേ അച്ഛാ? അച്ഛൻ നടന്നോ, ഞാൻ വന്നോളാം. നീ വാശി പിടിക്കാതെ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇന്ന് അവധി എടുക്കാം. അച്ഛാ, കർഷകർക്ക് എവിടെ അവധിയുള്ളത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇന്ന് നീ ലീവ് എടുത്തോ. നീ എൻ്റെ കൂടെ വന്നേ. ഈ കഥ ഈ കുഞ്ഞു കുടുംബത്തിന്റെ തന്നെയാണ്. കിഷൻ ഭാര്യ ഗംഗ, മോൻ സോനു, മകൾ മോനയുടെ കൂടെ താമസിക്കുന്നു. ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നു. ഒരു വീട് കഴിഞ്ഞാൽ കുറെ ദൂരം കഴിഞ്ഞാണ് ഒരു വീട്. കിഷന്റെ വീട് കൃഷിഭൂമിയുടെ നടുക്ക് തന്നെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് വീട്ടിലെത്തി, രണ്ടുപേരും വന്നോ, വാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, ജോലി മുഴുവൻ തീർത്തിട്ടാ വന്നേ. എവിടെ അമ്മേ? അച്ഛൻ പറഞ്ഞിന്ന് ലീവ് എടുക്കാൻ. അച്ഛൻ എന്നോട് അച്ഛൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അവധിയോ എന്ന് പറഞ്ഞാൽ? അല്ല ഗംഗ, ഒന്ന് പുറത്തേക്ക് നോക്ക്, എന്ത് വെയിലുള്ളത്. ആർക്കെങ്കിലും അസുഖം വന്നാൽ പിന്നെ എന്താ ചെയ്യുക? അല്ല, അവളെവിടെ പോയി? കിണറ്റീന്ന് വെള്ളം എടുക്കാൻ പോയിരിക്കുവാ. അച്ഛൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചതല്ലേ, ഒരു ടാപ്പ് സെറ്റ് ചെയ്തൂടെ? നമുക്ക് വേണ്ടി അമ്മയും മോനെയും എത്ര ദൂരത്തേക്കാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്? അതിനെന്താ മോനെ, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അതമ്മ, എന്നാലും ടാപ്പ് പിടിപ്പിച്ചൂടെ? നീ പറഞ്ഞത് ശരിയാ. ശരി, വാ. ഇത്തവണത്തെ വിളവെടുപ്പ് കഴിഞ്ഞാ ആദ്യം തന്നെ നമുക്ക് ടാപ്പ് സെറ്റ് ചെയ്യണം. കിഷൻ വാക്ക് കൊടുത്തപ്പോഴത്തേക്കും അവന് സന്തോഷമായി കഴിക്കായിരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന്, സോനുവിന്റെ അച്ഛ, ഞാൻ പറഞ്ഞോണ്ടിരുന്നതേ. ആ, പറയൂ ഗംഗേ. ഇവനെ നമുക്ക് കെട്ടിച്ചു വിടണ്ടേ? ആ, നടത്താന്നേ. നമുക്ക് നന്നായി തന്നെ നടത്തണം. അത് വേണ്ടച്ച. ഇനി ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇതും കൂടി എന്തിനാ? എടാ പൊട്ട, ഭാര്യ ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. മരുമകള് വരട്ടെ, എല്ലാം ശരിയാവും ഇവിടെ. അതെ ചേട്ടാ, അമ്മ പറഞ്ഞ ശരിയാ. അങ്ങനെയൊന്നും അല്ല. കല്യാണമൊക്കെ കഴിച്ചാൽ നല്ല പണച്ചെലവുണ്ടാവും. ആദ്യം കുറച്ച് പണം ശേഖരിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെ മാസങ്ങൾ നീണ്ടുപോയി. കൃഷിഭൂമിയിൽ നിറച്ചു നെല്ല്. ഇപ്രാവശ്യം നല്ല രീതിയിൽ കൃഷിയും ചെയ്യാൻ പറ്റി. കിഷന് നല്ല വരുമാനവും ഉണ്ടായി ഇപ്രാവശ്യം. അങ്ങനെ കിഷൻ വാക്ക് പറഞ്ഞ പോലെ അവിടെ ഒരു ഹാൻഡ് പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അന്ന് രാത്രി, ഹായ്, നല്ല മധുരമുള്ള വെള്ളം. സോനുവിന്റെ അച്ഛ, നിങ്ങൾ ഇത് ചെയ്തത് നന്നായി. വേറെ ചെലവ് വരുന്നതിന് മുമ്പ് സോനുവിനെ കെട്ടിക്കണം നമുക്ക്. അവന് വേണ്ടി ഒരു മുറിയും വേണം. വേണ്ട അമ്മേ, ഇപ്പോ. മിണ്ടാതിരിക്ക, നീ പറഞ്ഞില്ലേ ആദ്യം പൈപ്പ് പിന്നെ പെണ്ണ്. ദാ പൈപ്പ് ഫിറ്റായി, ഇനി നീ ഒന്നും മിണ്ടരുത്. അമ്മ പറഞ്ഞത് കേട്ട് സോനു ഒന്നും മിണ്ടിയില്ല. അന്നേ ദിവസം തൊട്ട് സോനുവിന് വേണ്ടി പെണ്ണിനെ തപ്പാൻ അച്ഛനും അമ്മയും ഇറങ്ങി. എന്തു പറ്റി അമ്മ, എന്തെല്ലാം ആയോ? ശരിയായി, എനിക്ക് പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. രാധിക എന്നാ പേര്. പഠിക്കാൻ മിടുക്കിയാണ്. പക്ഷേ പിന്നെന്തൊക്കെയാ? അവളുടെ അച്ഛന് അസുഖമുണ്ട്, പിന്നെ അമ്മയില്ല. എനിക്ക് പക്ഷെ ഇഷ്ടമായി അവളെ. അവളെ കാണാനും നല്ല രസമാ. എനിക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഞങ്ങളത് ഉറപ്പിച്ചു കഴിഞ്ഞു. മോൻ എന്തായാലും കല്യാണത്തിന് തയ്യാറായിക്കോ. കുറച്ചു ദിവസം കഴിഞ്ഞ് സോനു രാധികയെ വിവാഹം ചെയ്തു. കല്യാണം കഴിഞ്ഞതോടെ രാധിക വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നിർത്താൻ തുടങ്ങി. ആ കുഞ്ഞു കുടുംബത്തിൽ സന്തോഷം മാത്രമായിരുന്നു. പിന്നീട് ഒരു ദിവസം, അമ്മ, ഗ്രാമത്തിൽ അധികം വീടുകളില്ല, ഇവിടെ കുറച്ച് വീടുകളെ കാണുന്നുള്ളൂ. അതെ മോളെ, ഇത് ചെറിയ ഗ്രാമമാണ്. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല. എല്ലാവരും അവരവരുടെ കൃഷിയും വീടും കുടുംബവും ഒക്കെ ജീവിക്കുകയാണ്. അമ്മ, ഇവിടെ ഹൈവേ എങ്ങോട്ടാ പോകുന്നത്? ഡൽഹിയിലോട്ടാ പോകുന്നത് മോളെ. ഡൽഹിയിലേക്ക് അമ്മ പോയിട്ടുണ്ടോ? ചികിത്സയ്ക്ക് വേണ്ടി സോനുവിന്റെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. വലിയ റോഡൊക്കെയാണ്. ഒരു ബസ്സുകാരൻ ടൂർന്ന് വന്ന്. അപ്പൊ അധികം ദൂരം ഇല്ല അല്ലേ ഡൽഹിക്ക് ഇവിടുന്ന്? അതെ, പക്ഷെ നീ എന്താ ചോദിക്കണേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചാ. ഗംഗയ്ക്ക് മനസ്സിലായില്ല രാധികയുടെ മനസ്സിൽ എന്താണെന്ന്. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം സോനുവും കിഷനും തലേ കൈവച്ചിരിക്കുകയായിരുന്നു. രാധിക അപ്പൊ ചായ കൊണ്ടുവന്നു. എന്താണച്ചാ, പ്രശ്നം വല്ലതും ഉണ്ടോ? അതേ മോളെ, ഇത്തവണ വലിയ വിപത്താ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ മഴ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് വിളവെല്ലാം ഉണങ്ങി തുടങ്ങി. പാവം സോനു ടാപ്പിൽ നിന്നും വെള്ളമെടുത്ത് എന്നും വിളവ് നനച്ചിരുന്നു. അങ്ങനെ കുറഞ്ഞത് നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളും ലഭിക്കും. കഴിഞ്ഞ വർഷം നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. അതെ രാധിക, ഇപ്പം മഴ കിട്ടിയിരുന്നെങ്കിൽ ആദ്യ വിളവ് എടുക്കാമായിരുന്നു.
ഇതാണ് കൃഷിയുടെ ഏറ്റവും വലിയ പ്രശ്നം. മഴ കുറഞ്ഞാലും പ്രശ്നമാണ്, മഴ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ദൈവം ഇതെന്തായി കാണിക്കുന്നത്? മോനും മോളുടെ കല്യാണം നടത്തണ്ടേ? പൈസ ഇല്ലാണ്ട് എങ്ങനെയപ്പം നടത്തുക? വിഷമിക്കാതിരിക്കുക ഗംഗ, എല്ലാം ശരിയാവും. കുടുംബത്തിന്റെ പ്രശ്നം കാരണം രാധികയ്ക്കും വിഷമമായി. അവൾ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ചിന്തയിലായിപ്പോയി. അച്ഛ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ മോളെ, പറയൂ, എന്താ കാര്യം? മോനയുടെ കല്യാണം നടത്താൻ എത്ര രൂപ വേണം അച്ഛന്? എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? പറ അച്ഛ, എത്രയാ? ഒരു 5 ലക്ഷം രൂപ എന്തായാലും വേണ്ടി വരും. 3 ലക്ഷം ബാങ്കിൽ കിടപ്പുണ്ട്. 2 ലക്ഷം എവിടെ നിന്ന് ഒപ്പിക്കോ എന്തോ ഒരു പിടിയില്ല. എന്തേലൊരു വഴിയുണ്ട്. നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ പറയാം. പറയൂ രാധികേ. അത് പിന്നെ ഇവിടുത്തെ ഈ നഗരത്തിലെ ആൾക്കാർക്ക് ഫാം ഹൗസ് വെഡ്ഡിംഗ്, ഫാം ഹൗസ് പാർട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടാ. നമ്മുടെ ഹൈവേ അടുത്ത് തന്നെയല്ലേ, ഡൽഹി അധികം ദൂരമില്ല. ഹൈവേ നിന്നുള്ള വഴിയൊന്ന് നന്നാക്കി കിട്ടിയാ മതി. കൃഷിഭൂമി ഒന്ന് അലങ്കരിച്ച് ആ തോരണങ്ങളൊക്കെ ഇട്ടൊന്ന് ഒരുക്കി വെച്ചാ മതി. പിന്നെ നല്ലൊരു പേര് കണ്ടുപിടിച്ച് ബോർഡ് വെച്ചാ മതി. മോളെ, നീ പറയുന്നതൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ വേണ്ട പണം എവിടുന്ന് കിട്ടും? ഇതിനെല്ലാം 3 ലക്ഷം മതിയായിരിക്കും. ഈ വ്യാപാരം നന്നായിട്ട് പോയാൽ അടിപൊളിയായിട്ട് നടത്താം അവളുടെ കല്യാണം. എനിക്കും ആ ആശയം നന്നായി തോന്നുന്നു. അടുത്ത ദിവസം കുടുംബം മുഴുവൻ രാധിക പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഹൈവേ തൊട്ട് കൃഷിഭൂമി വരെ ടൈലിടുകയും ചെയ്തു. ചുറ്റിനും തടി വെച്ച് ബൗണ്ടറി ഉണ്ടാക്കി. കൃഷിഭൂമി നല്ല രീതിയിൽ ഒരുക്കുകയും ചെയ്തു. നല്ല നല്ല ഇരിപ്പിടങ്ങളും അവിടെ സെറ്റാക്കി. കൃഷിഭൂമിന്റെ നടുക്ക് തന്നെ നല്ല അലങ്കരിച്ച ഒരു വീടും ഉണ്ടാക്കി. വീട്ടിലുള്ള എല്ലാവരും കഷ്ടപ്പെട്ടു. അടുത്ത ദിവസം, ഹലോ, എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ ദില്ലിയിൽ നിന്നാണ് വരുന്നത്. ഈ റിസോർട്ട് ആദ്യമായി കാണുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് ഇത് അവൈലബിൾ ആണോ? അതേലോ, അവൈലബിൾ ആണ്. എന്താണ് ഫംഗ്ഷൻ? എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. എൻ്റെ ബജറ്റ് 20,000 ആണ്. നിങ്ങൾക്ക് ഓക്കെ ആണോ? അത് ഓക്കെയാണ്. ഓ, താങ്ക് യു സോ മച്ച്. ഇതാ 10,000 രൂപ അഡ്വാൻസ്. രാധികയുടെ പ്ലാൻ വർക്കാവുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് രാഹുലിന്റെ മകന്റെ ബർത്ത്ഡേ നന്നായി നടത്തി. രാധികയും കുടുംബവും ആ പരിസരം മുഴുവൻ ബലൂണും അലങ്കാരം വെച്ച് ഒരുക്കി. പയ്യെ പയ്യെ ഗംഗ റിസോർട്ട് എല്ലാരും അറിഞ്ഞ് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ രാധികയ്ക്കും രാധികയുടെ കുടുംബത്തിനും തിരക്കോടെ തിരക്കായി. 2 വർഷത്തിന് ശേഷം, ചേട്ടാ പെട്ടെന്ന് ആഹാരം വെക്ക്, ഇപ്പൊ തന്നെ വരൂ അവര്. ശരി മാഡം, ഇപ്പൊ കൊണ്ടുവരാം. മോന, ഇതുവരെ ഒരുങ്ങിയില്ലേ നീ? മോന, പെട്ടെന്നാവട്ടെ. ഇത് കണ്ടോ മോളെ നീ മോനേനെ? കണ്ടു അമ്മ, നമ്മുടെ മാലാക കുട്ടിയാ. ഇതെല്ലാം ചേട്ടത്തി കാരണമാ. ഞാൻ കാരണമല്ല, നമ്മളെല്ലാവരും. പിന്നെ ഇവിടുത്തെ റിസോർട്ട് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ നിന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി? അന്നത്തെ ദിവസം ചിലപ്പോ ഇവിടെ അവൈലബിൾ അല്ലെങ്കിലോ? കൗശല്യ രാത്രി അവളുടെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. അവളുടെ വീട് 2ാം നിലയിലായിരുന്നു. ജനാലയുള്ള മുറിയിലാണ് അവൾ കിടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അവൾ ജനാലെ നോക്കി ഞെട്ടിപ്പോയി. അവൾ കണ്ടത് അയൽപക്കത്തെ വിമലയുടെ പുതിയ മരുമകൾ പായൽ ജനാല വഴി എത്തി നോക്കുന്നു. ആരാണവിടെ? പായലാണോ? ജനാലയിൽ നിന്നും പായലിന്റെ മുഖം കാണുന്നില്ലായിരുന്നു. കൗശല്യ ജനാലയുടെ അടുത്തൊന്ന് പോയി നോക്കി. ആരാ പായലാണോ നീ? പക്ഷെ കൗശല്യക്ക് ആരെയും കാണാൻ പറ്റിയില്ല. അവള് ജനാല വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ അപ്പുറത്തൊക്കെ നോക്കി. ആ രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. അടുത്ത ദിവസം രാവിലെ അവള് വിമലയുടെ വീട്ടിൽ പോയി. കൗശല്യ, വാ, എന്തുണ്ട് ഇത്ര രാവിലെ? എന്താ പെട്ടെന്ന്? എന്തു പറ്റി? വീട്ടിലെ ചായപ്പൊടിയോ പഞ്ചാര എന്തെങ്കിലും തീർന്നോ? ചായപ്പത്തി ഒന്നുമില്ല തീർന്നത്, എന്റെ മെന്റൽ പീസാണ് തീർന്നിരിക്കുന്നത്. മെന്റൽ പീസ്? അതെന്ത് സാധനോ? പുതിയ രീതിയിലെ വല്ല ആഹാരമാണോ? അതൊന്നും അല്ല. മെന്റൽ പീസ് എന്ന് പറഞ്ഞാ, നിന്നോട് എന്ത് പറയാനാ? ഒന്നുമില്ല, വെറുതെ വിട്. മരുമോളെ ഒന്ന് വിളിച്ചേ. മോളെ, പായൽ, കൗശല്യ മാമി വന്നിട്ടുണ്ട് കാണാൻ, പുറത്തോട്ട് വന്നേ. പായൽ കണ്ണും തിരുമ്മിക്കൊണ്ട് പുറത്തേക്ക് വന്നു. എന്തു പറ്റി കൗശല്യ മാമി ഇത്ര രാവിലെ? ഞാൻ ഉറങ്ങുമായിരുന്നു. അതെ, രാത്രി മുഴുവൻ മറ്റുള്ളവരുടെ ജനാല വഴി എത്തി നോക്കുമ്പോ ഉറക്കം മതിയാവൂല. മറ്റുള്ളവരുടെ ജനാല നോക്കാനോ? ഈ കൗശല്യ മാമി ഇത് എന്തൊക്കെയാ പറയണേ? അതേ കൗശല്യ, നീ എന്തൊക്കെയാ എന്റെ മരുമോളെ കുറിച്ച് പറയുന്നത്? എന്താ ഇത്? ഞാൻ നിന്റെ മരുമോളെ ഇന്നലെ എന്റെ ജനാല വഴി ശരിക്കും കണ്ടതാണ്. ഇന്നലെ രാത്രി തൊട്ട് 3 ദിവസമായിട്ട് ഇത് നടക്കുകയാണ്. എന്താ, നിങ്ങളുടെ ജനാല വഴിയോ? പക്ഷെ 2ാം നിലയിലല്ലേ മാമിയുടെ വീട്?
ആ പിന്നെ അല്ലാതെ, ഇവളെന്താ പറന്നു വന്നവിടെ നോക്കുവോ? അല്ലേ പിന്നെ മാന്ത്രിക വിദ്യ കൊണ്ട് വല്ല എന്റെ കാല് നീട്ടിയതാവും. കൗശല്യ മിണ്ടാതെയായി. മിണ്ടാതിരുന്ന കൗശല്യെ കണ്ട് വിമല പറഞ്ഞു, കൗശല്യ, നീ ഉറങ്ങുമല്ലായിരുന്നോ? ചിലപ്പോ സ്വപ്നം കണ്ടത് വല്ലായിരിക്കും. ചെല്ല്, വീട്ടിൽ പോയിട്ട് നല്ലൊരു ചായ കുടിക്ക്. വേണ്ട വേണ്ട, ഞാൻ ചായ ഉണ്ടാക്കി തരാം. കൗശല്യ മാമി, ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ചാൽ മതി. കൗശല്യയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, പായൽ തന്നെയായിരുന്നു ജനാല വഴി നോക്കിയത്. പക്ഷെ പായലിന് അതെങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ കൗശല്യയ്ക്ക് ഡൗട്ടായി. പായലിന്റെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച ആയതേ ഉള്ളൂ. പായൽ വിമലയുടെ മകൻ രാഹുലിനെ ലവ് മാരേജാണ് ചെയ്തത്. കല്യാണത്തിന് മുമ്പ് ആകെ 1 മാസത്തെ പരിചയമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് വിമലയുടെ വീട്ടിൽ വന്നപ്പോ കൗശല്യയ്ക്ക് അന്നു തൊട്ടേ ഇവളെ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പായലിനെ കണ്ടാൽ തന്നെ അറിയാം ആളെക്കുറിച്ച്. അപ്പൊ തന്നെ കൗശല്യയ്ക്ക് എന്തോ തോന്നി. ഈ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം പോലെ. ഈ പെണ്ണിനെ എവിടെയോ കണ്ട പോലെ എനിക്ക് എന്താ അങ്ങനെ തോന്നുന്നത്. കൗശല്യയുടെ മനസ്സിൽ ഒരു ഡൗട്ടുണ്ടായിരുന്നു. കുറച്ചു ദിവസം അങ്ങനെ അങ്ങ് പോയി. പക്ഷെ പെട്ടെന്നൊരു ദിവസം പായലിന്റെ മുഖം ജനാല വഴി കൗശല്യ കണ്ടു. അവൾ പേടിച്ചുപോയി. ഉറക്കത്തിലായിരുന്നതുകൊണ്ട് വ്യാമോഹമാണെന്ന് കരുതി ഉറങ്ങി. പിന്നീട് 2 ദിവസം പായലിന്റെ മുഖം കാണാൻ തുടങ്ങിയപ്പോ വിമലയുടെ വീട്ടിൽ പോയിട്ട് പായലിനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. പക്ഷെ പായലും വിമലയും ഈ കാര്യം ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു. അവർക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഈ കാര്യം തള്ളി തന്നെ വിടും. ഇങ്ങനെ ശരിക്കും സംഭവിക്കുമോ? കൗശല്യയുടെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു. ഈ പെണ്ണിന്റെ രഹസ്യം എങ്ങനെയും പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. ഇല്ല, എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല. കൗശല്യ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. 5 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയിരുന്നു. കൗശല്യയ്ക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പണക്കാരായിരുന്നു. വീട്ടിലെപ്പോഴും 4-5 ലക്ഷം രൂപ ക്യാഷ്, അവളുടെ സ്വർണമൊക്കെ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു വീട്ടിൽ. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു പേടി കൗശല്യയ്ക്കൊന്നും വന്നിട്ടില്ല. രാത്രി ഉറങ്ങിയില്ല. ജനാല വഴി നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇന്നൊന്നും കണ്ടില്ല. അടുത്ത ദിവസവും രാത്രി എണീറ്റിരുന്നു. അന്നേ രാത്രിയും ഒന്നും കണ്ടില്ല. അടുത്ത ദിവസം അവക്ക് ഒരിത്തിരി ഉറക്കം വന്നു. ഇരുന്നിരുന്ന് ഉറങ്ങാനും തുടങ്ങി. അവള് നോക്കുമ്പോ ജനാല വഴി പെട്ടെന്നൊരു മുഖം മാഞ്ഞുമറിഞ്ഞതുപോലെ. ഇത് പായല് തന്നെയാ. എന്താ അവക്ക് വേണ്ടേന്നറിയില്ല. ഇതിനു മുമ്പ് ഞാൻ ഇവളെ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ വന്നില്ല. കൗശല്യയ്ക്ക് ഉറക്കം വന്നില്ല. രാവിലെ തന്നെ ചായ എടുത്ത് ടിവിയുടെ മുമ്പിൽ ഇരിപ്പായി. കുറച്ച് വാർത്ത കാണാം. തലയ്ക്കകത്ത് പായൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ. ന്യൂസ് കണ്ട തലയ്ക്ക് കുറച്ച് സുഖം കിട്ടും. കൗശല്യ ടിവി ഓണാക്കി ന്യൂസ് കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി. ന്യൂസ് വായിക്കുന്ന ആള് പറയുകയായിരുന്നു, പല വിധത്തിലുള്ള കൊള്ളകൾ നടക്കുന്നു. അതിലും ഇപ്പോ വീട്ടിലിരിക്കുന്നവർക്ക് പോലും സംരക്ഷണമില്ല. ഇതുവരെയും ഇങ്ങനെയുള്ള ദിനങ്ങൾ നമ്മൾ കണ്ടുകാണില്ല. എന്നാൽ നമുക്കൊരു കാര്യമറിയാം, ഇതൊരു ആണല്ല, ഇതെല്ലാം ചെയ്യുന്നതൊരു പെണ്ണാണ്. ആ സ്ത്രീ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരു വ്യത്യസ്തമായ കാര്യം മനസ്സിലായി. അവൾ മന്ത്രശക്തി കൊണ്ട് തന്റെ ശരീരം മാറ്റാനുള്ള ശക്തി അവൾക്കുണ്ട്. അതെങ്ങനെ? അത് നമുക്കറിയില്ല. അവൾ ഏത് വീട് ടാർഗറ്റ് ചെയ്യുന്നോ ആ വീട്ടിലേക്ക് അവൾ പല വേഷങ്ങളിലാണ് പോകുന്നത്. ഒരിടത്ത് സെയിൽസ് ഗേൾ, ഒരിടത്ത് വേലക്കാരി, ഒരു വീട്ടിലേക്കാണെങ്കിൽ ആ വീട്ടിലുള്ള മരുമകളായിട്ടാണ് പോയത്. ഇത് കേട്ടതോടെ കൗശല്യ ഞെട്ടിവിറച്ചുപോയി. അവക്കെന്തോ ഓർമ്മ വന്നു. എനിക്ക് ഓർമ്മ വന്നു. 2 മാസം മുമ്പ് എന്റെ ഇവിടെ ജോലിക്കൊരു പെൺകുട്ടി വന്നിരുന്നു. ഞാൻ അവളെ ഓടിച്ചു വിട്ടു. ആ പെൺകുട്ടി പായലായിരുന്നു. അതുകൊണ്ടാ എനിക്ക് എവിടെയോ കണ്ട പോലെ തോന്നിയത്. സർവനാശം. ഇവിടെ വന്നവക്ക് നിൽക്കാൻ പറ്റാത്തോണ്ട് വിമലയുടെ മോനെ കല്യാണം കഴിച്ച് എന്റെ വീടിന്റെ അടുത്ത് താമസിക്കാനായിട്ട്. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോണം. പോലീസ് സ്റ്റേഷനിൽ അപ്പൊ തന്നെ കൗശല്യ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പോലീസിന്റെ ആൾക്കാർ സാധാരണ വേഷത്തിൽ വന്ന് അവിടെ ഒളിഞ്ഞിരുന്നു. കൗശല്യ രാത്രി ഉറങ്ങുന്നതായിട്ട് നടിച്ചു. അപ്പൊ പായൽ പുറത്തു വന്നു. എന്നിട്ട് കാല് നീട്ടാൻ തുടങ്ങി. ഇത് കണ്ട് പോലീസിന്റെ കിളി പറന്നുപോയി. അവരപ്പ തന്നെ വന്ന് പായലിന്റെ 2 കാലും കൂടെ ചെയിൻ വെച്ച് പൂട്ടി. നിന്റെ കഥ ഇവിടെ തീർന്നു. നിന്റെ കള്ളത്തരമെല്ലാം ഇന്ന് പുറത്തായി. എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ. കൗശല്യ താഴെ വന്നു. എനിക്ക് ആദ്യമേ ഇവളെ സംശയം ഉണ്ടായിരുന്നു. ഇവളെ ഇവിടുന്ന് കൊണ്ടോ, ഇവളെ ഒരുപാട് മോഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസ് പായലിനെ അറസ്റ്റ് ചെയ്തു. ഇതിനുശേഷം നീളം കൂടിയ പായലിന് ആരെയും കൊള്ളയടിക്കാൻ പറ്റിയില്ല. ജീവിതം മുഴുവനും ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു. വിമല കൗശല്യനെ കെട്ടിയങ്ങ് പിടിച്ചു. കൗശല്യാണല്ലോ ആ ഡയനിൽ നിന്നും ഇവളെ മുക്തിയാക്കിയത്. അതിനുശേഷം വയസ്സായിട്ടുള്ള എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാനും തുടങ്ങി. Thanks for watching.